ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്ന ജൂനിയർ കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The acid containing an alcoholic functional group in its structure is. അപ്പോൾ ഇവിടെ 4 ഡിഫറെൻറ്റ് ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്. മെലോണിക് ആസിഡ്, ക്രോട്ടോണിക് ആസിഡ്, സിട്രിക് ആസിഡ് ആൻഡ് പൈറുവിക് ആസിഡ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 4 ആസിഡ്സിൽ ഒരു ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെലോണിക് ആസിഡ്, ക്രോട്ടോണിക് ആസിഡ്, സിട്രിക് ആസിഡ് ആൻഡ് പൈറുവിക് ആസിഡ്. ഈ 4 ആസിഡ്സിൽ ഏതിലാണ് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്, ഇല്ലാത്തത് ഏതിനകത്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കോമ്പൗണ്ട്സിൻ്റെയും നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള 4 കോമ്പൗണ്ട്സിൻ്റെയും സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കുക, മെലോണിക് ആസിഡ്. മെലോണിക് ആസിഡിൻ്റെ കേസിൽ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ടോ? നമുക്ക് നോക്കുമ്പോൾ വിചാരിക്കാം അതാണ്ട് OH ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണോ? അത് അല്ല. ഇവിടെ എന്താണിത്? C∼OH എന്നാണ് അല്ലേ. ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത് രണ്ടും. ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണോ? അല്ല. അപ്പം മെലോണിക് ആസിഡിൻ്റെ കേസിൽ എന്ത് പ്രസൻ്റ് ആയിട്ടില്ല? ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടില്ല. ഇനി അടുത്ത ക്രോട്ടോണിക് ആസിഡിൻ്റെ കേസിൽ നോക്കിക്കേ, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അത് എന്തിൻ്റെ ഭാഗമാണ്? C∼OH ആണ് അല്ലേ. C∼OH ആണ്. അതും എന്തിൻ്റെ ഭാഗമാണ്? കാർബോക്സിലിക് ആസിഡിൻ്റെ ഭാഗമാണ്, അല്ലാതെ OH ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല അതും. അപ്പോൾ അതും അല്ല. ഇനി സിട്രിക് ആസിഡിൻ്റെ കേസിൽ നോക്കിക്കേ, സിട്രിക് ആസിഡിൻ്റെ കേസിൽ താണ്ടെ ഇവിടെ ഒരു ബ്രാഞ്ച് ആയിട്ട് ഒരു OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലേ. ഒരു സൈഡ് ചെയിൻ പോലെ ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് പൈറുവിക് ആസിഡിൻ്റെ കേസ് ഇവിടെ നോക്കാം. അവിടെ OH ഉണ്ട്, പക്ഷേ OH ഈസ് എ പാർട്ട് ഓഫ് COOH അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ പാർട്ടായിട്ടുള്ള OH ആണ് പൈറുവിക് ആസിഡിൻ്റെ കേസിലും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള 4 കോമ്പൗണ്ട്സിൽ എവിടെ മാത്രമാണ് നമുക്കൊരു OH അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റിയത്? സിട്രിക് ആസിഡിൽ മാത്രമേ നമുക്കൊരു ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളൂ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സിട്രിക് ആസിഡ്. കേട്ടോ, സിട്രിക് ആസിഡിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ ഒരു ആൽക്കഹോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ദ ഡിറ്റക്ഷൻ ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഓർ എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ കറണ്ട് ഈസ് കോൾഡ്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ എന്താണ് ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടൈട്രേഷൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൻ്റെ കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഏത് ഫിസിക്കൽ മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ഒരു മെറ്റൽ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, നമുക്ക് അയോൺസിൻ്റെ ഡിറ്റക്ഷനാണ് ഒരു സൊല്യൂഷനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽ അയോൺസിൻ്റെ ഡിറ്റക്ഷൻ തന്നെയാണ്. ഇനി കണ്ടീഷൻ എന്താ കൊടുത്തിട്ടുള്ളത്? ഓൺ ദി ബേസിസ് ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് ഓർ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു സൊല്യൂഷനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. അത് ഏത് മെത്തേഡിലാണ് എന്നാണ് ചോദ്യം. അർജൻറ്റോമെട്രി ആണോ, പൊട്ടൻഷ്യോമെട്രി ആണോ, വോൾട്ടാമെട്രി ആണോ, ആംപ്രോമെട്രി ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അർജൻറ്റോമെട്രിക്കകത്താണോ, പൊട്ടൻഷ്യോമെട്രിക്കകത്താണോ, വോൾട്ടാമെട്രിക്കകത്താണോ, ആംപ്രോമെട്രിക്കകത്താണോ എന്ത്? നമ്മൾ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുകയാണ്, പക്ഷേ ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഓർ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് അർജൻറ്റോമെട്രി, പൊട്ടാൻഷ്യോമെട്രി, വോൾട്ടമെട്രി, ആംപ്രോമെട്രി ഈ 4 കേസിലും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്തിൻ്റെ ഡിറ്റക്ഷൻ എന്തിൻ്റെ പ്രസൻസിലാണ് നടത്തുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് അർജൻറ്റോമെട്രിക് ടൈട്രേഷൻ. എന്താണ് അർജൻറ്റോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? Arganometric titrations are those that use silver nitrate as the titrant, and such titrations are used to determine the concentration of chloride ions, bromide ions, cyanide ions, etc. through the formation of their complexes or salt with silver nitrate. അപ്പോൾ arganometric titration എന്ന് പറയുന്നത് നമ്മൾ സിൽവറിൻ്റെ ഒരു സോൾട്ടിനെ നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. മെയിൻലി നമ്മൾ സിൽവർ നൈട്രേറ്റ് ആണ് എടുക്കുന്നത്. അങ്ങനെ സിൽവറിൻ്റെ ഒരു സോൾട്ടിനെ നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ക്ലോറൈഡ്, ബ്രോമൈഡ്, സൈനൈഡ് പോലെയുള്ള അയോൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്?
ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഫോർമേഷൻ ഓഫ് എ സോൾട്ട് വിത്ത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ട് ഇവർ കോംപ്ലക്സസ് ഫോം ചെയ്യും. കോംപ്ലക്സസ് അല്ലെങ്കിൽ സോൾട്ട് ഫോം ചെയ്യും. Cl- Br- Cn- അല്ല. ആ കോംപ്ലക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ആ സോൾട്ട് ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അർജന്റോമെട്രിക് ടൈട്രേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പൊതുവേ നമ്മുടെ ക്ലോറൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രോമൈഡ് അയോൺസ് അല്ലെങ്കിൽ സൈനൈഡ് അയോൺസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന അർജന്റോമെട്രിക് ടൈട്രേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് അർജന്റോമെട്രിക് ടൈട്രേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് ദി കോംപ്ലക്സ് ഫോർമേഷൻ. ഈ സിൽവർ നൈട്രേറ്റുമായിട്ട് ഈ ഈ അയോൺസ് Cl- Br- ഒക്കെ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ റിസൾട്ട് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് ക്ലോറൈഡ് Cl-, F-, Br-, Cn- എല്ലാം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോംപ്ലക്സ് ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് അയോൺസിൻ്റെ ഡിറ്റക്ഷൻ നടക്കുന്നത്. അപ്പോൾ അർജന്റോമെട്രി ആണോ നമ്മുടെ ആൻസർ? അല്ല. ഇനി അടുത്തത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ നോക്കാം. The potentiometric titration is a chemical method used for analyzing whether the chemical substances are acids or bases. അപ്പോൾ പൊട്ടൻഷ്യോമെട്രിക് അനാലിസിസ് വഴി നമുക്കിപ്പോൾ ഒരു തന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊതുവെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യാം. Here the amount of analyte is determined by adding titrants of non-concentration till the end point. അപ്പം നമുക്കിപ്പോൾ കോൺസെൻട്രേഷൻ അറിയാത്ത ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് പോകുന്നത് ഈ ഒരു പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ വഴി. അതിനുവേണ്ടി ഓൾറെഡി നോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉള്ള ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അതിനെ യൂസ് ചെയ്തിട്ടാണ് ആ എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷനിലൂടെ നമുക്ക് തന്നിട്ടില്ലാത്ത ആളുടെ കോൺസെൻട്രേഷൻ നമ്മൾ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. ദ ടെക്നിക് യൂസ് 2 electrodes, one being the indicator electrode and the other being the reference electrode. The indicator electrode records the change in potential as a function of the volume of titrant added with the non-concentration, and the potential difference is calculated between the 2 electrodes under thermodynamic equilibrium when the current flows through the electrodes. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനകത്ത് നമ്മൾ 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡും 2 റെഫറൻസ് ഇലക്ട്രോഡും. ഇനി ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ്സ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി വോളിയം ഓഫ് ടൈട്രന്റ് ആഡഡ് വിത്ത് എ നോൺ കോൺസെൻട്രേഷൻ. നമ്മൾ എന്തുമാത്രം വോളിയം ഓഫ് ടൈട്രന്റ് ആണോ ആഡ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ് അണ്ടർ ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെൻ ദ കറന്റ് ഫ്ലോസ് ത്രൂ ദി ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മെഷർ ചെയ്യപ്പെടുക? അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിസിലാണ്? അല്ലെങ്കിൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിൽ? ബേസ്ഡ് ഓൺ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിറ്റക്ഷൻസ് നടത്തുക? ബേസ്ഡ് ഓൺ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 ഇലക്ട്രോഡ്സ്. അതും അല്ല നമ്മുടെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ, അതുമല്ല. സോ പൊട്ടൻഷ്യോമെട്രിയും അല്ല കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലായി. ഇനി വോൾട്ടാമെട്രിയിൽ എന്താണ് നോക്കിക്കേ. Voltammetry is an electrochemical method in which the information about the analyte is obtained by measuring the current as a function of applied voltage. അപ്പോൾ വോൾട്ടാമെട്രിക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? കറണ്ടിനെയാണ് മെഷർ ചെയ്യുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെയാണ് നമ്മൾ എവിടെ മെഷർ ചെയ്യുന്നത്? വോൾട്ടാമെട്രിക്കകത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു അപ്ലൈഡ് വോൾട്ടേജ് കറണ്ടിനെ മെഷർ ചെയ്യപ്പെടുന്നു വോൾട്ടാമെട്രി. ഇനി ആംബറോമെട്രിയോ? ആംബറോമെട്രിക് ടൈട്രേഷൻ refers to the class of titration in which the equivalent point is determined through the measurements of electric current produced by the titration reactions. അപ്പം ആംബറോമെട്രിക് ടൈട്രേഷൻസിനകത്ത് എന്താണ്? നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് അയോൺസ് എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡിറ്റർമൈൻഡ് ത്രൂ ദി മെഷർമെന്റ്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ടൈട്രേഷൻ റിയാക്ഷൻ. ടൈട്രേഷൻ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അയോൺസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള ടൈട്രേഷൻ മെത്തേഡാണ് ആംബറോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, അതല്ലായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരുന്ന കണ്ടീഷനും എന്തായിരുന്നു? ഡിറ്റക്ഷൻ ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓർ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അയോൺസിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആംബറോമെട്രിക് ടൈട്രേഷനിലാണ്. ഇനി നോക്കിക്കേ, വോൾട്ടാമെട്രി ഇൻവോൾവ് ദ കറന്റ് ഇൻ എനി സെൽ ബീങ് കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഈസ് മെഷർഡ് ഇൻ ദ കണ്ടീഷൻ ദാറ്റ് എൻകറേജ് ദ പോളറൈസേഷൻ ഓഫ് ദ ഇൻഡിക്കേറ്റർ ഓർ ഇലക്ട്രോഡ്. In amperometry, the current in the cell is evaluated or determined at a fixed voltage. അപ്പോൾ അതോർത്ത് വെച്ചേക്കുക. വോൾട്ടാമെട്രിക്ക് അതെന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള കറണ്ട് ചേഞ്ച് ആണ് മെഷർ ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറണ്ട് ചേഞ്ചിനെ ആസ്പദമാക്കി അയോൺസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അതേതാണ്? ആംബറോമെട്രി ആണ് കേട്ടോ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടിലെ ഡിഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് എന്തിനെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു? നമ്മൾ
അയോൺസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയോൺസിനെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് ആംപ്രോമെട്രിക് ടൈട്രേഷൻസ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആംപ്രോമെട്രി ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ഇപ്പം എക്സാംസിന് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷൻ മെത്തേഡ്സും ഓരോന്നിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, ടൈട്രൻ്റ് ഏതാണ്, ടൈട്രേറ്റ് ഏതാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇന്റേണൽ ഇൻഡിക്കേറ്ററും എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന കേസസ് ആണെങ്കിൽ അത് ഓരോന്നും എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് 48ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ദ എലമെന്റ്സ് യൂറോപ്യം ആൻഡ് ഗഡോലിനിയം ആർ മെമ്പേഴ്സ് ഓഫ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. നമ്മുടെ യൂറോപ്യം, ഗഡോലിനിയം ഇവർ രണ്ടും ഏത് ഗ്രൂപ്പിൽ അല്ലെ ഏത് സീരീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്? ലാന്തനൈഡ് സീരീസ് ആണോ, 5D സീരീസ് ആണോ, ആക്ടിനൈഡ് സീരീസ് ആണോ, 4D ട്രാൻസിഷൻ സീരീസ് ആണോ? എവിടെയാണ് നമ്മുടെ യൂറോപ്യം, ഗഡോലിനിയം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നോക്കിക്കേ, നമ്മുടെ ലാന്തനൈഡ് സീരീസിലാണ് അല്ലേ. ലാന്തനൈഡ് സീരീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? സിറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയം, സമീറിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോൾമിയം, എർബിയം, തൂളിയം, ഇറ്റർബിയം ആൻഡ് ലുട്ടീഷ്യം. ഇത്രയും ആളുകളാണ് നമ്മുടെ ലാന്തനൈഡ് സീരീസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ വരുന്നതാണ് ആര്? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള യൂറോപ്യം, ഗഡോലിനിയം കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സോ ഓപ്ഷൻ എ ലാന്തനൈഡ് സീരീസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ സോഡിയം ലോറേൽ സൾഫേറ്റ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ആസ് ഇൻഡസ്ട്രിയൽ സോൾവെന്റ്, ആനസ്തെറ്റിക് ഏജന്റ്, ഇൻസെക്ടിസൈഡ്, സിന്തറ്റിക് ഡിറ്റർജന്റ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും ഏത് മേഖലയിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഏതാണ്? സോഡിയം ലോറേൽ സൾഫേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്. അയാളുടെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വരുന്നത് ഏത് ഫീൽഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സോൾവെന്റ് ആയിട്ടാണോ, ആനസ്തെറ്റിക് ഏജന്റ് ആയിട്ടാണോ, ഇൻസെക്ടിസൈഡ് ആയിട്ടാണോ, സിന്തറ്റിക് ഡിറ്റർജന്റ് ആയിട്ടാണോ? ഇതിൽ ഏതായിട്ടാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതലായിട്ടും സോഡിയം ലോറേൽ സൾഫേറ്റിനെ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സോഡിയം ലോറേൽ സൾഫേറ്റ്, also known as sodium dodecyl sulfate, is a widely used surfactant in cleaning products, that is soap, detergent, etc., cosmetics and personal care products. അപ്പോൾ നോക്കിക്കേ, സോഡിയം ലോറേൽ സൾഫേറ്റ് അതിൻ്റെ തന്നെ വേറൊരു പേരാണ് സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ്. സോഡിയം ലോറേൽ ക്ലോറൈഡ് അല്ല, സോഡിയം ലോറേൽ സൾഫേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ്. ഈ സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ് പ്രോഡക്ട്സിൽ, അതായത് ക്ലീനിങ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള ക്ലീനിങ് പ്രോഡക്ട്സിനകത്തൊക്കെ നമ്മൾ സർഫാക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസിനകത്ത്, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹൈജീൻ പ്രോഡക്ട്സിനകത്ത്, ഇതിനകത്തൊക്കെ സർഫാക്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഈ പറയുന്ന സോഡിയം ലോറേൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. ദി സോഡിയം ലോറേൽ സൾഫേറ്റ് ഫോർമുല is a highly effective anionic surfactant used to remove oily stains and residues. നമ്മുടെ തുണിയിലോ പല സർഫസസിലൊക്കെ നല്ല കട്ടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കുകളോ ഓയിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫാക്റ്റൻ്റ് ആണ് ആര്? സോഡിയം ലോറേൽ സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? സിന്തറ്റിക് ഡിറ്റർജൻ്റ് ആണ് അല്ലേ. സർഫാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. സോ സിന്തറ്റിക് ഡിറ്റർജൻസിലാണ് കൂടുതലായിട്ട് നമ്മുടെ സോഡിയം ലോറേൽ സൾഫേറ്റിനെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓയിൽ ഡേർട്ടുകളും അതുപോലെ ഗ്രീസ്, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഡേർട്ടുകളും കാര്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിന്തറ്റിക് ഡിറ്റർജൻസിനകത്ത് സർഫാക്റ്റൻ്റ് ആയിട്ട് സോഡിയം ലോറേൽ സൾഫേറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോംപ്ലെക്സ് ഡസ് നോട്ട് ഒബേ 18 ഇലക്ട്രോൺ റൂൾ? അപ്പോൾ ഇവിടെ 4 കോംപ്ലെക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 കോംപ്ലെക്സുകളിൽ 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യാത്ത കോമ്പൗണ്ട് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം ഫെറോസയനൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഫെറീസയനൈഡ് ഉണ്ട്, നിക്കൽ ടെട്രാ കാർബണൈൽ ഉണ്ട്, ഫെറോസിൻ ഉണ്ട്. ഓക്കെ, അപ്പം 4 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം ഫെറോസയനൈഡ്, പൊട്ടാസ്യം ഫെറീസയനൈഡ്, നിക്കൽ ടെട്രാ കാർബണൈൽ ആൻഡ് ഫെറോസിൻ. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 18 ഇലക്ട്രോൺ റൂൾ ആരൊക്കെ ഒബേ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ആളെ നോക്കുമ്പോഴത്തേന് അയാൾ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദ്യത്തിനകത്ത് 18 ഇലക്ട്രോൺ റൂൾ കാണുന്ന ഉടനെ ഫസ്റ്റ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു വേണം. ആരാണ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസറിലോട്ട് പോകാനായിട്ട്. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ
ഇവിടെ നമുക്ക് കോമ്പൗണ്ട്സിൻ്റെ പേരാണ് തന്നിട്ടുള്ളത്, ഫോമുലാസ് ഒന്നുമല്ല തന്നിട്ടുള്ളത് അല്ലേ. പൊട്ടാസ്യം ഫെറോസൈനൈഡ്, പൊട്ടാസ്യം ഫെറീസൈനൈഡ്, ഫെറോസിൻ എല്ലാത്തിൻ്റെയും പേരുകളാണ് തന്നിട്ടുള്ളത്, അവരുടെ ഫോമുലാസ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫോമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞ് അവരുടെ ചാർജ് ഓഫ് ദി സ്പീഷീസും എല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് 18 ഇലക്ട്രോൺ റൂള് അപ്ലൈ ചെയ്ത് അത് കോമ്പൗണ്ട് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ എല്ലാം കെമിക്കൽ ഫോമുല എഴുതുക. അതിനുശേഷം അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടെത്താം. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്താണ്, പൊട്ടാസ്യം ഫെറോസൈനൈഡ് ആണ് ഒന്നാമത്തെ കോമ്പൗണ്ട്. പൊട്ടാസ്യം ഫെറോസൈനൈഡിൻ്റെ ഫോമുല എന്താ വരിക, K4FeCN6 ആണ് പൊട്ടാസ്യം ഫെറോസൈനൈഡ്. എന്താ, K4FeCN6. ഈ K4FeCN6നെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ +4 ആണ്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതാൽ മതി, 4 നെഗറ്റീവ് ചാർജ് കൊടുത്താൽ മതി അല്ലേ. അതായത് കെയുടെ ചാർജ് +1 ആണ്, ഇവിടെ 4 K ഉണ്ട്, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ 4- കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകിൽ K4FeCN6 എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് എഴുതാം, FeCN6 4- എന്ന് എഴുതാം. രണ്ട് രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇനി നമുക്കിത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ നോക്കാം. ടോട്ടൽ ഇലക്ട്രോൺസിനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. Feയുടെ കേസിൽ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്, 3d6 4s2 എന്നല്ലേ കോൺഫിഗറേഷൻ വരിക. സോ ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്, 6 + 2 8 പ്ലസ് സയനോ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോണിനെ വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യും. മൊത്തത്തിൽ 6 സയനോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പം 6 × 1, 6 പേരും ഒരു ഇലക്ട്രോണിനെ വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യും. സോ 6 × 1 പ്ലസ് നെഗറ്റീവ് ചാർജ് ആണ് 4. അപ്പോൾ അതെന്ത് ചെയ്യും, +4 = ഓവറോൾ ചാർജ് എന്താണെന്ന് ഓവറോൾ ഇലക്ട്രോൺ കൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും, 8 + 6 + 4 എന്ത് വന്നു, 8 9 10 14 15 16 17 18 ഇലക്ട്രോൺസ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്പീഷീസ് ആയിട്ടുള്ള പൊട്ടാസ്യം ഫെറോസൈനൈഡിനെ കൺസിഡർ ചെയ്തപ്പം അത് 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാം. രണ്ടാമത്തെ എന്താണ്, പൊട്ടാസ്യം ഫെറീസൈനൈഡ്. അപ്പോൾ രണ്ടും തമ്മിൽ ഇപ്പോൾ പൊട്ടാസ്യം നമുക്ക് 18 ഇലക്ട്രോൺ റൂളൊക്കെ അറിയാം, പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ ഫോമുല അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ. പൊട്ടാസ്യം ഫെറോസൈനൈഡ് എന്താ, പൊട്ടാസ്യം ഫെറീസൈനൈഡ് എന്താണെന്നൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് 18 ഇലക്ട്രോൺ റൂൾ അറിയാമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കോമ്പൗണ്ട്സിൻ്റെ ആ ഫോമുല കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ദെൻ ടോട്ടൽ ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്ത് അത് ഒബേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം ഫെറീസൈനൈഡിൻ്റെ ഫോമുല എന്താ വരിക, K3FeCN6. നമ്മുടെ പൊട്ടാസ്യം ഫെറോസൈനൈഡ് വരുമ്പോൾ K4FeCN6 ആയിരുന്നു അല്ലേ. അതുപോലെ പൊട്ടാസ്യം ഫെറീസൈനൈഡ് വന്നപ്പോൾ K3FeCN6 ആണ് ഫോമുല. അപ്പോൾ K3FeCN6നെ നമുക്ക് എങ്ങനെ എഴുതാം, FeCN6 K3 അല്ലേ, +3 ആണ് ചാർജ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് 3- FeCN6 3-. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺസിനെ ഒന്ന് കൗണ്ട് ചെയ്യാം. Feയുടെ കേസിൽ ടോട്ടൽ ഇലക്ട്രോൺസ് നമുക്കറിയാം 3d6 4s2 എന്നാണ്. അപ്പോൾ 8 ഇലക്ട്രോൺസ് പ്ലസ് സയനൈഡ് എത്ര ഇലക്ട്രോൺസിനെയാണ്, ഒരു ഇലക്ട്രോണിനെ വെച്ചിട്ട് 6 CN ഗ്രൂപ്പും ഡൊണേറ്റ് ചെയ്യും. സോ 6 × 1 പ്ലസ് ടോട്ടൽ ചാർജ് എത്രയാണ്, +3 = എന്ത് വന്നു, 8 + 6 + 3 എന്താ 14 15 16 17 ഇലക്ട്രോൺസ് എന്ന് കിട്ടി. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ, ഇല്ല. പൊട്ടാസ്യം ഫെറീസൈനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്തപ്പം 17 ഇലക്ട്രോൺസ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കോമ്പൗണ്ടിലോട്ട് പോകാം. ബാക്കിയും കൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറയുമ്പോൾ എന്താ, നിക്കൽ ടെട്രാ കാർബണൈലാണ്. CO4 ടൈംസ് ആണ്. ഓക്കെ, NiCO4 ടൈംസ് ആണ്. നോക്കിക്കേ, നിക്കലിൻ്റെ കേസിൽ 3d8 4s2 എന്നാണ് കോൺഫിഗറേഷൻ വരിക അല്ലേ. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ 8 + 2 10. ഇനി കാർബണൈൽ ഗ്രൂപ്പ് 2 ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യും. മൊത്തത്തിൽ 4 കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട് അല്ലേ. ചാർജ് ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസിനെ നോക്കിക്കേ, 10 + 8 + 0 = 18 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ നിക്കൽ ടെട്രാ കാർബണൈൽ എന്ന് പറഞ്ഞ സ്പീഷീസിനകത്തും ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് നമുക്ക് എത്ര കിട്ടി, 18 കിട്ടി. സോ അതും 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. ഇനി ഫൈനലി നാലാമതായിട്ട് എന്താ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്, ഫെറോസിൻ ആണ് അല്ലേ. ഫെറോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും, നടുക്ക് Fe വന്നിട്ട് സാൻഡ്വിച്ച്ഡ് കോമ്പൗണ്ട് ആണ് അല്ലേ. 2 സൈക്ലോപെൻറ്റ ഡൈനൈൽ റിങ് മുകളിലും താഴെയായിട്ട് വരും. C5H5 ഗ്രൂപ്പ് മുകളിലും താഴെയായിട്ട് വരും. ഓക്കെ, 2 സൈക്ലോപെൻറ്റ ഡൈനൈൽ റിങ്സ്. അപ്പോൾ FeC5H5 ട്വൈസ് ആണ് ഫെറോസിൻ്റെ ഫോമുല. ഇനി ഫെറോസിൻ്റെ കേസിൽ നോക്കിക്കേ, അയൺ ആണ് സെൻട്രൽ മെറ്റൽ ആയിട്ട് വരുന്നത്. അയണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്, 8 ആണ്. ഇനി C5H5 എന്ന് പറയുമ്പോൾ
ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇങ്ങനെയാണ് Fe കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഇവരുടെ ഹാപ്റ്റിസിറ്റി എത്രയാണ്? 5 അല്ലേ. 5 കാർബൺ ഗ്രൂപ്പുമായിട്ട് Feക്ക് കണക്ഷൻ വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു C5H5 ഗ്രൂപ്പ് 5 ഇലക്ട്രോൺസിനെ Feയിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 C5H5 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒരാൾ 5, ഹാപ്റ്റിസിറ്റി 5 ആണ്. സോ 2 പേരുടെയും കൂടെ ആകുമ്പോൾ 5 × 2. അപ്പോൾ എന്ത് വന്നു? 8 + 10 വിച്ച് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ ഫെറോസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ തന്നിട്ടുള്ള ഈ 4 പേരുടെ കൂട്ടത്തിൽ ആര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത്? പൊട്ടാസ്യം ഫെറിസയനൈഡ് അല്ലെങ്കിൽ K3FeCN6 മാത്രമേ ഉള്ളൂ 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യാത്തതായിട്ടുള്ളത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പൊട്ടാസ്യം ഫെറിസയനൈഡ് ആണ് തന്നിട്ടുള്ളതിൽ 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യാത്ത ഒരേ ഒരു കോമ്പൗണ്ട്. ഓക്കെ ആണേ. പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇൻ ദി മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ് ദ അസറ്റിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം. അപ്പം നമ്മൾ നമ്മുടെ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് അവിടെ ലാസ്റ്റിൽ പഠിക്കുന്നതാണ് ഈ പറയുന്ന മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്സ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്സിൽ നമ്മുടെ അസറ്റിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? മീത്തേനിൽ നിന്നാണോ, മെത്തനോളിൽ നിന്നാണോ, എത്തിലീനിൽ നിന്നാണോ, അസിറ്റലീനിൽ നിന്നാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകളും കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളും പറഞ്ഞിട്ട് നമുക്ക് അതിനുശേഷം ആൻസറിലോട്ട് വരാം. അപ്പോൾ നോക്കിക്കേ, the Monsanto acetic acid process is a major commercial production method for acetic acid. അപ്പോൾ നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മെത്തേഡാണ് ഈ മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ് എന്ന് പറയുന്നത്. The methanol which can be generated from synthesis gas is reacted with carbon monoxide in the presence of a catalyst to afford acetic acid. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടത്തുന്ന ആരുമായിട്ടാണ് നോക്കിക്കേ? മെത്തനോൾ വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദി റിയാക്ഷൻ ഫ്രം ദി സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ്. നമ്മുടെ സിൻ ഗ്യാസിൽ നിന്നും അല്ലെങ്കിൽ സിൻ ഗ്യാസ് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്യുന്ന മെത്തനോള് നമ്മുടെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് വഴി അസിറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിൻ ഗ്യാസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന മെത്തനോള് കാർബൺ മോണോക്സൈഡുമായിട്ട് ഒരു സ്യൂട്ടബിൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആരെ കിട്ടുക? അസിറ്റിക് ആസിഡിനെ കിട്ടുക. അപ്പോൾ മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രിപ്പറേഷനകത്ത് അസിറ്റിക് ആസിഡിനെ നമുക്ക് ആരിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? മെത്തനോളിൽ നിന്നാണ് കേട്ടോ. മെത്തനോളിൽ സിൻഗ്യാസിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുത്ത മെത്തനോളിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അസിറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കിക്കേ, in essence the reaction can be thought of as an insertion of carbon monoxide into CO bond of methanol, that is ദി കാർബോണിലേഷൻ ഓഫ് മെത്തനോൾ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കേ. അപ്പം നമ്മൾ പറഞ്ഞു സിൻ ഗ്യാസ് മീൻസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ്റെ മിക്സ്ചർ. ഓക്കെ, ഈ സിൻ ഗ്യാസ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് കോപ്പർ ബാർ സിങ്ക് ഓക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ആരെ കിട്ടുക? മെത്തനോളിനെ കിട്ടുക. ഈ മെത്തനോൾ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻസേർഷൻ റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക. ഇൻസേർഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുക? മെത്തനോൾ CH3OH ഇതിൻ്റെ ഇടയിലോട്ട് ആരെ ഇൻസേർട്ട് ചെയ്യപ്പെടുക? C ഡബിൾ ബോണ്ട് ഓനെ ഇൻസേർട്ട് ചെയ്യും. കാർബൺ മോണോക്സൈഡിനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ കിട്ടുക? ആസിറ്റിക് ആസിഡിനെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, മെത്തനോളിൽ നിന്നാണ് നമുക്ക് ആസിറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുക മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രോസസ്സിനകത്ത്. ഇനി മെത്തനോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിൻ ഗ്യാസിൽ നിന്നാണ് ഈ പറയുന്ന മെത്തനോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഫോം ചെയ്യുന്ന മെത്തനോൾ കാർബൺ മോണോക്സൈഡുമായിട്ട് ഇൻസേർഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് ഫൈനലി ആരെ കിട്ടുക? ഇവിടെ അസിറ്റിക് ആസിഡിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി the catalyst system has two components, iodine and rhodium. The role of iodine is simply to promote the conversion of methanol to methyl iodide and the species which then undergoes reaction with the rhodium metal catalyst. അപ്പം ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് ആരെയാണ്? കാറ്റലിസ്റ്റിന് 2 കമ്പോണൻസ് ഉണ്ട്, അയഡിനും റോഡിയം. ഓർത്ത് വെച്ചേക്കുക, മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് 2 കമ്പോണൻസ് ഉണ്ട്, അയഡിനും അതുപോലെ തന്നെ റോഡിയം. The role of iodine is simply to promote the conversion of methanol to methyl iodide and species which then undergo reaction with the rhodium metal catalyst. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു കാറ്റലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ അയഡിൻ കമ്പോണൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ റോഡിയം കമ്പോണൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു.
ഇതിൽ ഈ അയഡിൻ കമ്പോണൻറ്റിൻ്റെ മെയിൻ ജോലി എന്താണ്? നമ്മുടെ മെത്തനോളിനെ മീഥൈൽ അയഡൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അയഡിൻ കാറ്റലിസ്റ്റിൻ്റെ മെയിൻ ജോലി. എന്നിട്ട് ദ സ്പീഷീസ് ദെൻ അണ്ടർഗോസ് റിയാക്ഷൻ വിത്ത് റോഡിയം മെറ്റൽ കാറ്റലിസ്റ്റ്. അതിന് ശേഷമാണ് പിന്നീട് അടുത്ത സ്റ്റേജിലാണ് അവർ റോഡിയം കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് മീഥൈൽ അയഡൈഡ് ഹാസ് ബീൻ ജനറേറ്റഡ് ദ കാറ്റലിറ്റിക് സൈക്കിൾസ് ബിഗിൻ വിത്ത് ദ ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് മീഥൈൽ അയഡൈഡ് ടു റോഡിയം കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ കാറ്റലിറ്റിക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ മീഥൈൽ അയഡൈഡ് ഫോം ചെയ്യും. ഏതാ? മെത്തനോൾ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മീഥൈൽ അയഡൈഡ് ഫോം ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ മീഥൈൽ അയഡൈഡ് നമ്മുടെ ഈ റോഡിയം ബേസ്ഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് മീഥൈൽ അയഡൈഡ് ഫോം ചെയ്യും. ആ മീഥൈൽ അയഡൈഡ് നമ്മുടെ റോഡിയം ബേസ്ഡ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡേറ്റീവ് അഡിഷൻ വഴി ഈ നമ്മുടെ റോഡിയം ബേസ്ഡ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ദ കോർഡിനേഷൻ ആൻഡ് ഇൻസേർഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ലീഡ് ടു ആൻ ഇന്റർമീഡിയറ്റ് 18 ഇലക്ട്രോൺ കോംപ്ലക്സ് വിച്ച് ക്യാൻ ബി അണ്ടർഗോ റിഡക്റ്റീവ് എലിമിനേഷൻ ടു yield അസിറ്റൈൽ അയഡൈഡ് ആൻഡ് റീജനറേറ്റഡ് അവർ കാറ്റലിസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, കാർബൺ മോണോക്സൈഡിൻ്റെ ഇൻസേർഷൻ റിയാക്ഷൻ ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേറ്റീവ് അഡിഷൻ നടന്നു. ഓക്സിഡേറ്റീവ് അഡിഷനിലാണ് നമ്മുടെ മീഥൈൽ അയഡൈഡിനകത്തോട്ട് നമ്മുടെ റോഡിയം ബേസ്ഡ് കാറ്റലിസ്റ്റിനെ ഇൻഡ്യൂസ് ചെയ്തത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇൻസേർഷൻ. ഇൻസേർഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു സ്പീഷീസിനകത്തോട്ട് കാർബൺ മോണോക്സൈഡിനെ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ഇനി അതിനുശേഷം എന്ത് നടക്കുന്നു? റിഡക്റ്റീവ് എലിമിനേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിഡക്റ്റീവ് എലിമിനേഷൻ. റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ MECOIനെയും മീഥൈൽ അയഡൈഡിനെയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കാറ്റലിസ്റ്റിനെ റീജനറേറ്റ് ചെയ്ത് പുറത്തേക്കും വിടുന്നു. ഓക്കെ, മീഥൈൽ അയഡൈഡ് അല്ല, അസിറ്റൈൽ അയഡൈഡ്. ദ അസിറ്റൈൽ അയഡൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ലോവർ സൈക്കിൾ ഈസ് ദെൻ ഹൈഡ്രോളൈസ്ഡ് ഇൻ ദി അപ്പർ വൺ ടു ഗീവ് അസിറ്റിക് ആസിഡ്. ദെൻ ഈ അസിറ്റൈൽ അയഡൈഡ് ഫർദർ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് ഫൈനലി നമുക്ക് ആവശ്യമായിട്ടുള്ള അസിറ്റിക് ആസിഡിൻ്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ പ്രോസസ്സിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ഒന്ന്, നമ്മുടെ മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ മെത്തനോളിൽ നിന്നാണ് അസിറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? അയഡിനെയും അതുപോലെ തന്നെ റോഡിയം ബേസ്ഡ് കാറ്റലിസ്റ്റിനെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു നമ്മൾ റിയാക്ഷന് വേണ്ടിയിട്ട് മെത്തനോളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മെത്തനോളിനെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിൻഗ്യാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോളിനെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then ഇവരുടെ ഹോൾ മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? മെത്തനോൾ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് അഡീഷനാണ്. നമ്മുടെ റോഡിയം ബേസ്ഡ് കോമ്പൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ മെത്തനോളും തമ്മിൽ റിയാക്ട് ചെയ്ത് ഓക്സിഡേറ്റീവ് അഡീഷനിൽ ഇൻവോൾവ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് ഓക്സിഡേറ്റീവ് അഡിഷൻ, അതിനുശേഷം ഇൻസേർഷൻ റിയാക്ഷനാണ്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് റിഡക്റ്റീവ് എലിമിനേഷൻ. റിഡക്റ്റീവ് എലിമിനേഷനിൽ എന്ത് ചെയ്യുന്നു? അസിറ്റൈൽ അയഡൈഡിനെയും റിലീസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ കാറ്റലിസ്റ്റിനെയും റീജനറേറ്റ് ചെയ്യുന്നു. ദെൻ റിഡക്റ്റീവ് എലിമിനേഷൻ കഴിഞ്ഞ ശേഷമാണ് ഈ അസിറ്റൈൽ അയഡൈഡ് ഹൈഡ്രോളൈസിസ് നടത്തിയിട്ട് നമുക്ക് ഫൈനലി അസിറ്റിക് ആസിഡിനെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളോട് ഇനിഷ്യൽ റിയാക്റ്റൻ്റ് എന്താണെന്നാണ് ചോദിച്ചത്. ഇനി അടുത്തൊരു എക്സാമിന് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കാറ്റലിസ്റ്റുകളെ പറ്റിയിട്ട് ചോദിക്കാം. ദെൻ മെത്തനോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് മെത്തനോൾ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? മെത്തനോളാണ്. മെത്തനോളിൽ നിന്നാണ് മോൺസാൻഡോ അസിറ്റിക് ആസിഡ് പ്രോസസ്സിനകത്ത് നമ്മൾ അസിറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.